പി രംഗനാഥൻ ക്രിക്കറ്റ് പരിശീലകൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ രംഗനാഥൻ, ഇന്നിപ്പോൾ അവസാന മത്സരത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഇരു ടീമുകളുടെയും ഈ ഒരു സീസണിലെ മത്സരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആർക്കാണ് വിജയപ്രതീക്ഷ കൂടുതലുള്ളത്? ിൽ ഒരിക്കലും പ്രവചനം നമുക്ക് സാധ്യമല്ല. എങ്കിൽ തന്നെയും ടീമുകൾ ഒരു തുല്യ ശക്തികൾ തമ്മിലുള്ള പോരാട്ടം തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത് മാത്രമല്ല, ടോസ് ഇന്ന് വളരെ നിർണായകമാണ്. ടോസ് നേടി ഏത് ടീം ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിലും അവര് നല്ലൊരു സ്കോർ പടുത്തുയർത്തുകയാണെങ്കിൽ ചെപ്പാക്കിൽ, പ്രത്യേകിച്ച് എം എ ചിദംബരം സ്റ്റേഡിയത്തിലെ പിച്ചും ഇതുവരെ നടന്ന മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ ചേസ് ചെയ്ത് വിജയിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇരു ടീമുകളുടെയും തുല്യ ശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ നമുക്ക് പ്രവചനാതീതമായി ഒരു നല്ല IPL ഫൈനൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മഴ ഒരു വെല്ലുവിളിയാകാൻ സാധ്യതയുണ്ടോ ഈ മത്സരത്തിൽ? ഇതുവരെ ഇല്ല. ഇന്നലെ മഴയുണ്ടായിരുന്നു ചെന്നൈയില്. അതുകൊണ്ട് ഇന്ന് നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. എങ്കിൽ തന്നെയും പൂർണ്ണമായിട്ടും 20 ഓവർ മത്സരം ഇന്ന് നടക്കുന്നത് തന്നെയാണ് ഇപ്പൊ സംഘാടകരും അത് മാത്രമല്ല ഗ്രൗണ്ടിന്റെ ഇന്നത്തെ കണ്ടീഷൻ നോക്കി പറയുന്നത്. ശ്രീ രംഗനാഥൻ, അതുപോലെ തന്നെ ഇരു ടീമുകളെയും നോക്കുമ്പോൾ ഇരു ടീമുകളും നേരത്തെ നമ്മുടെ റിപ്പോർട്ടറൊക്കെ സൂചിപ്പിച്ചതുപോലെ സുനിൽ നരയനൊക്കെ ഈ സീസണിൽ മൊത്തമായി വളരെ നല്ല മികച്ച പ്രകടനം കാഴ്ചവെച്ച് അവസാനത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇരു ടീമുകളെയും നോക്കുമ്പോൾ എവിടെയൊക്കെയാണ് ഈ ഇരു ടീമുകൾക്കും വെല്ലുവിളികളായി നിൽക്കുന്നത്? ഇരു ടീമുകളും തുല്യ ശക്തി പറയാൻ രണ്ട് വെസ്റ്റ് ഇന്ത്യൻ താരങ്ങൾ അടങ്ങുന്ന KKR, റസലും കൂടാതെ നരയനും, ഇവര് രണ്ടുപേരും ഇന്നത്തെ ദിവസമാക്കി മാറ്റാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും എതിരാളികളായിട്ടുള്ള സൺറൈസേഴ്സിന് അതൊരു വെല്ലുവിളി തന്നെയാണ്. കൂടാതെ അവരുടെ ടീമിന്റെ ഘടന KKR ഇതുവരെയുള്ള പെർഫോമൻസ് അവര് 1ാം സ്ഥാനം ലീഗ് റൗണ്ടിൽ നിലനിർത്തി. അതുകൂടാതെ തന്നെ പ്ലേ ഓഫിൽ ജയിച്ച് ഫൈനൽ വന്നിരിക്കുന്നു. അപ്പൊ ടീമിന്റെ ഒരു കോമ്പിനേഷൻ എല്ലാ രീതിയിലും അവർക്ക് ബാറ്റിംഗിലും ബോളിംഗിലും വളരെ മികച്ച പെർഫോമൻസ് പുറത്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. മറുവശത്ത് സൺറൈസേഴ്സ് അങ്ങനെയല്ല. സൺറൈസേഴ്സിലേക്ക് രണ്ടാമത്തെ ഹോം ഗ്രൗണ്ട് ആയിട്ട് വേണം നമുക്ക് ചെന്നൈയെ പറയാനായിട്ട്. ചെന്നൈയില് അവരുടെ കഴിഞ്ഞ മത്സരത്തെ പെർഫോമൻസ് കൂടുതൽ അവർക്ക് ആത്മവിശ്വാസം നൽകിയിരിക്കുന്നു. കൂടാതെ രണ്ട് ഓപ്പണേഴ്സ് ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മയായി അവര് നല്ല തുടക്കം. കൂടാതെ ഏറ്റവും അവരുടെ നിർണായകമാകുന്ന അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള പാറ്റ് കമ്മിൻസ് ആണ്. കമ്മിൻസിന്റെ ക്യാപ്റ്റൻസിയിൽ ഓസ്ട്രേലിയ ലോകകപ്പ് നേടി, ടെസ്റ്റ് കിരീടം നേടി, ഏകദിന ലോകകപ്പ് നേടി, IPL കിരീടം കൂടെ നേടുകയാണെങ്കിൽ അതൊരു റെക്കോർഡ് നേട്ടമായിരിക്കും. അത് മഹേന്ദ്ര സിംഗ് ധോണിക്ക് മാത്രമാണ് ആ നേട്ടം ഇതുവരെ സാധിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് ഫൈനലിന്റെ സമ്മർദ്ദം ഇരു ടീമുകൾക്ക്, അതിൽ ആരാണ് വിജയിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്കിന്ന് കാത്തിരുന്ന് കാണേണ്ട മത്സരം തന്നെ. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ പാറ്റ് കമ്മിൻസിൽ ഉൾപ്പെടെ താങ്കൾ പറയുകയുണ്ടായി. അപ്പോൾ ഇരു ടീമുകളിലെയും ഓസ്ട്രേലിയൻ സാന്നിധ്യം എത്രത്തോളം നേട്ടമാകും? ഇന്ന് രണ്ട് ഓസ്ട്രേലിയൻ ഫാസ്റ്റ് ബോളേഴ്സ്, സ്റ്റാർക്ക് ലോകോത്തര സ്റ്റാർക്ക് ഇറങ്ങുന്ന KKRഉം പാറ്റ് കമ്മിൻസ് ഓസ്ട്രേലിയയുടെ നായകനായിട്ടുള്ള പാറ്റ് കമ്മിൻസ് നയിക്കുന്ന സൺറൈസേഴ്സും. അപ്പൊ രണ്ട് ഫാസ്റ്റ് ബോളർമാർ ഇരു ടീമുകൾ എതിരോട് വരുന്നു. അത് മാത്രമല്ല അവരുടെ പെർഫോമൻസും കഴിഞ്ഞ സ്റ്റാർക്കിന്റെ മികച്ച ബോൾ കാണാൻ സാധിച്ചു. പാറ്റ് കമ്മിൻസിന്റെ തുടർച്ചയായിട്ടുള്ള ക്യാപ്റ്റൻസി മികവും ഷാബാസ് അഹമ്മദ് ഓൾറൗണ്ടറിനെ അവർ ഉൾപ്പെടുത്തുന്നു ഇമ്പാക്ട് പ്ലേ ആയിട്ട്. ഇങ്ങനെയുള്ള മാറ്റങ്ങളെല്ലാം പാറ്റ് കമ്മിൻസിന്റെ ഒരു മികച്ച തീരുമാനമായിട്ട് പറയും. തന്നെയും ഓസ്ട്രേലിയയുടെ താരം ട്രാവിസ് ഹെഡ്. അപ്പൊ അങ്ങനെയുള്ള മികച്ച താരങ്ങൾ സൺറൈസേഴ്സ് KKR ഏറ്റുമുട്ടുമ്പോൾ ആരാണ് വിജയിക്കുക എന്നുള്ളത് ഒരിക്കലും പ്രവചിക്കാൻ സാധിക്കും.